വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനെ കുസ്ക എന്നാണ് പറയാറ്. സാധാരണയായി നമ്മൾ എപ്പോഴും നെയ്ച്ചോറൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കാണാനും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ചോറാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി 4 കപ്പ് ജീരകശാല റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 കപ്പ് ജീരകശാല റൈസിന് വേണ്ടി നമ്മൾ 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് റൈസ് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതിൽ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാത്രം വെക്കാം. പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 3-4 ഗ്രാമ്പൂ, പട്ട, ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലോട്ടേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ക്യാരറ്റ് ഒന്ന് ഹാഫ് കുക്ക് ആവണം. ഇനി ഇതിലോട്ടേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാപ്സിക്കം തന്നെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ പച്ചമണമൊന്ന് മാറി വരണം. പിന്നെ നമ്മൾ ഈ ഒരു റൈസിന് കൂടുതൽ മസാലപ്പൊടികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇത് ആവശ്യമായുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അരിൻ്റെ അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഇവിടെ നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണിത്. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളിതിൽ ചേർത്തിട്ടുള്ള വെള്ളം ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മൾ സാധാരണ നെയ്ച്ചോറ് തയ്യാറാക്കുന്ന ആ ഒരു ടൈം മാത്രമേ വേണ്ടൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ ചോറൊക്കെ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതിലോട്ടേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഈ ഒരു ടൈമിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ വീഡിയോ ഇതിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതുപോലെ വെച്ചിരിക്കാം. അപ്പോൾ നമ്മൾ വെറൈറ്റി ചോറായിട്ടുള്ള കുസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും. കാണാൻ നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി റൈസാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും തൈരും കൂടി ഉണ്ടെങ്കിൽ നല്ലോണം കഴിക്കാൻ പറ്റും. പിന്നെ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്